ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക വറിയിക്കലാണ്. കിച്ചു കുറേ ദിവസമായി എന്നോട് പറയുന്നത് അമ്മ ചക്ക ഉണ്ടാക്കുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ വീട്ടിൻ്റെ ചുറ്റും ചക്കയുണ്ട്. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഞാൻ ചക്ക പറിക്കാൻ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം മുകളിലാണ്. അപ്പോൾ പറിക്കാൻ വിഷമമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുറേ ദിവസമായി പറഞ്ഞിട്ട് ഞാനത് എന്താ പറയുക ഉണ്ടാക്കി കൊടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് കുറച്ച് വെയിലുണ്ട്, അപ്പോൾ ചക്ക പറിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവന് ട്യൂഷന് പോകുന്നതിലിടയ്ക്ക് ചക്ക പറിക്കലാണ്. അപ്പോൾ ചക്ക പറിച്ചിട്ടു കേട്ടോ. ഇതാ അപ്പോൾ കുറേ എണ്ണം വീണിന്, അതെല്ലാം കെട്ടതാണ്. അതിൽ നല്ലത് 2 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാം മധുരം ഉണ്ടാവില്ലേ ചക്കയെല്ലാം, അതുകൊണ്ട് ഞാൻ എന്താ പറയുക മധുരമില്ലാത്ത അങ്ങനത്തെ അങ്ങനെ നോക്കിയിട്ടുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ചക്ക കേട്ടോ, മധുരമൊന്നുമില്ല. എല്ലാം ഞാൻ ചക്ക എല്ലാം വൃത്തിയാക്കി വെച്ച് കുരുവും ചുളയെല്ലാം എടുത്ത് വെച്ച്. അപ്പോൾ നല്ല ചക്ക, മധുരമൊന്നുമില്ല, വെക്കേണ്ട അതുകൊണ്ട് ഞാൻ ചക്ക വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ച് കുക്കറിലാണ് എടുക്കുന്നത്. അങ്ങനെ ചക്ക ഉണ്ടാക്കി. അപ്പോൾ പേഷൻ പൂട്ടേ കണ്ടു. അപ്പോൾ പേഷൻ പൂട്ടേക്ക് പെറുക്കി. അപ്പോൾ കുറേ പേഷൻ പൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അപ്പോൾ അങ്ങനെ പേഷൻ പൂട്ട് ഉണ്ടാക്കി എടുത്തെല്ലാം മുറിച്ച് വൃത്തിയാക്കി പഞ്ചസാരയെല്ലാം ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ച്. അപ്പോൾ കിച്ചു ട്യൂഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് അവന് കൊടുക്കാം. അപ്പോൾ കുറച്ച് വിശപ്പടങ്ങുമല്ലോ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ചക്കയും ചായയും കുടിക്കാമെന്ന് ഉദ്ദേശിച്ചാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം മിട്ടു ഉണ്ട് നമ്മുടെ കൂടെ തന്നെ. മിട്ടു ഞാനും കിച്ചുവാണ് ഇപ്പോൾ എന്താ പറയുക ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കിച്ചു കേട്ടോ. കിച്ചുവിനെ എല്ലാവർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് കിച്ചുവാണ്. ഇവനാണ് കിച്ചു, എൻ്റെ മോനാണ്. മിട്ടു നമ്മളെ പട്ടിക്കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെയുണ്ട് പേഷൻ പൂട്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരുപാട് വള്ളിയിൽ ഇങ്ങനെ എന്താ പറയുക തൂങ്ങി കിടക്കുന്നുണ്ട്. പണ്ട് നമ്മൾ വീട്ടിൽ ഇതില്ലേനെ, അപ്പോൾ എവിടെ നിന്നെങ്കിലും കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ പേഷൻ പൂട്ടുണ്ടായി. നിറച്ച് ഒരു വലിയ പ്ലാവിൻ്റെ വില വള്ളി കയറിയിട്ട് ആ വള്ളി ഇത് നമ്മളെ വീട്ടിൻ്റെ പരിസരത്താണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചപ്പ് പറിച്ചെടുത്താൽ ഒരു വറവാക്കാലോ എന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പ് വറവ്. അപ്പോൾ കിച്ചുവിന് അത്ര ഇഷ്ടമല്ല ഈ മുരിങ്ങാച്ചപ്പെല്ലാം ചവർക്കുന്നതുകൊണ്ട് അവന് അത്ര താല്പര്യമില്ല. എന്നാലും ഞാൻ നിർബന്ധിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചപ്പ് പറിച്ചെടുക്കാമെന്ന് വെച്ച്. ഇത് കണ്ടോ നല്ല മുരിങ്ങാച്ചപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മളെ വീട്ടിൻ്റെ പരിസരത്തുള്ളതാണ്. മുരിങ്ങ, വാഴ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചപ്പില്ലേ, ഞാൻ വറുക്കാൻ പോകുന്നത് മുരിങ്ങാച്ചപ്പല്ല കേട്ടോ. കാരണം മുരിങ്ങാച്ചപ്പ് ഇഷ്ടമാണ്, പക്ഷേ ഈ ചക്കക്കുരെല്ലാം കൂട്ടിയിട്ട് വറുക്കില്ലേ നമ്മൾ, അതെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേങ്കിൽ അതിനെക്കാട്ടി എനിക്കിഷ്ടം ഈ ചപ്പാണ് കേട്ടോ. ഈ ചപ്പിൻ്റെ പേര് എല്ലാവരും എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെ അടുക്കള ചീര എന്ന് പറയും. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ചില സ്ഥലങ്ങളിലെല്ലാം മാറ്റല്ലേ ഈ ചപ്പിൻ്റെ പേര്, വേറെ എന്തൊക്കെയല്ലേ പറയുന്നത്, അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ പിന്നെ ഈ ചപ്പിനെ അടുക്കള ചീര എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ എന്നാ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ അറിയുന്നവർ ഈ ചപ്പിൻ്റെ പേര് കമൻറ്റ് പറയണേ എന്താണെന്നുള്ളത്, നമുക്കും അതുപോലെ പറയാമല്ലോ. പിന്നീട് ഈ ചപ്പ് എന്നിട്ട് ഞാൻ എല്ലാം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് കിച്ചുവിന് ഇന്നും ട്യൂഷൻ ഉണ്ടായിരുന്നു. അവൻ ട്യൂഷന് പോയിട്ട് വന്നപ്പാടാണ്. പിന്നെ വീഡിയോയിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ക്ലിയറായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ ആക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നല്ല ക്ലിയറായിട്ടൊന്നും വരില്ല കേട്ടോ. ഇത് കാണുന്ന നിങ്ങളെല്ലാവരും എന്താ പറയുക അതിനോട് സഹകരിക്കണം കേട്ടോ. പിന്നീടുണ്ടല്ലോ എനിക്ക് ലൈക്കും കമൻറ്റും തരണേ, സബ്സ്ക്രൈബ് തരണം, എല്ലാം തരണം കേട്ടോ. എൻ്റെ വീഡിയോ ഞാൻ എന്താ പറയുക പുതുതായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ കംപ്ലൈൻറ്റ് എന്താ പറയുക എല്ലാം ഉണ്ടാവും. അതെല്ലാം സഹിക്കണേ. നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവൻ കാണണേ. പിന്നെ ഇതിന് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മളെല്ലാം എന്താ പറയുക നന്നായിട്ട് പെരക്കി വെച്ചിട്ട് എന്നിട്ടാകുമ്പം വറുക്കാൻ ഉപയോഗിക്കുന്നത് ഈ തവി പോലത്തെ പാത്രത്തിൻ്റെ അകത്ത് ഞാൻ നമ്മളിത് എന്താ പറയുക ഉണക്കമുളകില്ലേ അത്, പിന്നെ കടുക്, ഇതൊക്കെ ഇട്ട് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ഞാൻ നേരത്തെ പെരക്കി വെച്ച ചപ്പില്ലേ എന്തൊക്കെ ഇട്ട് പെരക്കിയത്, വെളുത്തുള്ളി, പച്ചമുളക്,
പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ തേങ്ങ ഇതൊക്കെ ഇട്ടിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കുക ഇതിന് കേട്ടോ, നമ്മൾ ചിക്കനെല്ലാം ആക്കുന്ന പോലെ ചതച്ചെടുക്കുക ഇത്. എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിന് പെരുക്കി വെക്കില്ലേ, അതിന് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിത് ഈ കടുവും പിന്നെ പാട്ടൽമുളകും ഇങ്ങനെ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലിട്ടിട്ടാണ് ഞാനിതിനെ വറുത്തെടുക്കുന്നത് കേട്ടോ.